وكذلك القهار من أوصافه فالخلق مقهورون بالسلطان لو لم يكن حيا عزيزا قادرا ما كان من قهر ولا سلطان وكذلك الوهاب من أسمائه فانظر مواهبه مدى الأزمان أهل السماوات العلا والأرض عن تلك المواهب ليس ينفكان. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്കൃഷ്ടവും ഉന്നതവുമായ നാമങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അൽ ഖാഹിറു എന്ന പേരും അതുപോലെ തന്നെ അൽ ഖഹാറു എന്ന പേരും സമാനമായ അർത്ഥങ്ങളുള്ള ഖാഹിർ അതുപോലെ തന്നെ ഖഹാർ, ഇത് അല്ലാഹുവിന്റെ ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളിൽ ഒരു നാമമാണ്. അതുകൊണ്ടാണ് അബ്ദുൽ ഖഹാർ എന്ന് പേരിടുന്നത്. വെറും ഖഹാർ എന്ന് വിളിക്കാൻ പാടില്ലാത്തതാണ്, അത് അല്ലാഹുവിന്റെ നാമമായതുകൊണ്ട്. എന്താണ് അതിന്റെ ആശയം? എല്ലാറ്റിനെയും കീഴടക്കുന്നവൻ, എല്ലാത്തിന്റെയും മേലെ അതിജയിച്ചുകൊണ്ട് ബലമായി എല്ലാത്തിനെയും കീഴടക്കി ഉന്നതമായ പദവിയിലുള്ളവൻ, എല്ലാം കീഴടക്കുന്നവൻ എന്നതാണ് ഖാഹിർ അതുപോലെ തന്നെ ഖഹാർ എന്നൊക്കെയുള്ള നാമങ്ങളുടെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഖാഹിർ എന്ന പേര് 2 തവണയും ഖഹാർ എന്ന നാമം 6 തവണയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഖാഹിർ എന്ന പേര് രണ്ടും സൂറത്തുൽ അൻആമിലാണ് വന്നത്. സൂറത്തുൽ അൻആമിലെ 18ാമത്തെ ആയത്തിലും 61ാമത്തെ ആയത്തിലുമാണ് ഖാഹിർ എന്ന പ്രയോഗം അല്ലാഹുവിന്റെ നാമമായി വന്നിട്ടുള്ളത്. മറ്റു വിവിധ സൂറത്തുകളിലായി ഖഹാർ എന്ന നാമം വന്നിരിക്കുന്നു. എന്താണ് അതിന്റെ ആശയം? മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അടിമകളുടെ മീതെ എല്ലാറ്റിനെയും കീഴടക്കിക്കൊണ്ട് നിൽക്കുന്നവൻ അല്ലാഹു. ഹുവല്ലദീ ഖളഅത് ലഹു റിഖാബ്, എല്ലാ പിരടികളും അവന്റെ മുമ്പിൽ താഴ്ന്നിരിക്കുന്നു. വദല്ലത് ലഹുൽ ജബാബിറത്തു, ഏതു പോക്കിരികളും രാജ്യത്ത് എത്ര വലിയ ലോക നേതാക്കന്മാരുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്സാരന്മാരാണ്. വഅനത് ലഹുൽ വുജൂഹു, എല്ലാ മുഖങ്ങളും അവന്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനെയും അവൻ അതിജയിച്ചിരിക്കുന്നു, എല്ലാ സൃഷ്ടികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള കൃത്യമായ ആശയമാണ് അൽ ഖാഹിർ എന്നൊക്കെ പറഞ്ഞാൽ. അതുപോലെ തന്നെ അൽ ഖഹാർ ഹുവല്ലദീ ഖഹറൽ ജബാബിറത മിൻ ഉതാതി ഖൽഖിഹി ബിൽ ഉഖൂബ വഖഹറൽ ഖൽഖ കുല്ലഹും ബിൽ മൗത്ത്. ലോകത്ത് എത്ര വലിയ ധിക്കാരികളുണ്ടെങ്കിലും ആ ധിക്കാരികളുടെ ഒക്കെ മേൽ നിയന്ത്രണമുള്ള, എല്ലാറ്റിനെയും കീഴടക്കിയിട്ടുള്ള ഏതൊരു വമ്പനും ഏതൊരു കൊമ്പനും ഈ ലോകത്ത് പടച്ചതമ്പുരാന്റെ നിയമങ്ങളിൽ നിന്ന് കുതറിയോടാൻ സാധ്യമല്ലാത്തവണ്ണം എല്ലാറ്റിനെയും കീഴടക്കിയിരിക്കുന്നവനാണ് ഖഹാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആശയം വിശ്വാസിയുടെ മനസ്സിൽ നിലനിൽക്കുമ്പോൾ അവനിലുണ്ടാകേണ്ട മാറ്റം എന്താണ്? അവൻ മനസ്സിലാക്കേണ്ടത് പടച്ചതമ്പുരാന്റെ ഏറ്റവും വലിയ കഴിവാണ്. ലോകത്തുള്ള ഏത് ശക്തികളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടുകയാണ്. ഞാൻ ആരുടെയും മുമ്പിൽ കീഴ്പ്പെടുകയില്ല എന്ന് പറയുന്ന പോക്കിരികളും ധിക്കാരികളും രാജാക്കന്മാരുമൊക്കെ
പടച്ചതമ്പുരാന്റെ നിയന്ത്രണത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്നൊരു മോചനവും അവർക്കുണ്ടായിട്ടില്ല. മുമ്പ് നമ്മൾ വിശദീകരിച്ചു, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് ആക്രോശിച്ചവനാണ് ഫറോവ ചക്രവർത്തി. ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബെന്ന് പറഞ്ഞവൻ. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുള്ളതായിട്ട് ആ വർത്തമാനമേ എന്നോട് പറയണ്ട, എല്ലാം ഞാനാണെന്ന് പറഞ്ഞ അവനും അള്ളാഹുവിന്റെ കൃത്യമായ ആ ശിക്ഷ വന്നപ്പോൾ കുതറി ഓടാൻ കഴിയാത്ത വണ്ണം അവൻ ഞെരിഞ്ഞമർന്നിട്ടുണ്ട്. ഖഹാറായ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ലോകത്തെ എത്ര വലിയ ധിക്കാരി ചമയുന്നവനും പോക്കിരി ചമയുന്നവനും രക്ഷപ്പെടാൻ സാധ്യമല്ല. കാരണം അവൻ ഖഹാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഈ ലോകത്ത് നിന്നും മരിക്കും. ആ മരണത്തെ അവന്റെ ഈ വിശേഷണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്. ആർക്കെങ്കിലും അത് തടുക്കാൻ സാധിക്കുമോ? ശുദ്ധ ഖുർആൻ പറയുന്നു, വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫളതൻ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين. وهو അവനാണ് അൽ ഖാഹിറു, കീഴ്പ്പെടുത്തിയവൻ, എല്ലാത്തിനെയും ജയിച്ചടക്കിയവൻ, ഫൗഖ ഇബാദിഹി, അവന്റെ അടിമകൾക്ക് മീതെയായി എല്ലാറ്റിനെയും കീഴടക്കി നിൽക്കുന്നവൻ അവൻ മാത്രമാണ്. വയുർസിലു അലൈക്കും ഹഫളതൻ, നിങ്ങളുടെ മേൽ അവൻ ചില സൂക്ഷിപ്പുകാരെ, കാവൽക്കാരെ അയക്കുന്നു. മനുഷ്യന് ചില കാവൽക്കാരെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, മുമ്പിലും പിമ്പിലും ഒക്കെ. അതേ അവസരത്തിൽ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു, നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുന്നത് വരെയുള്ളൂ അത്. ആ മരണത്തിന്റെ സമയമങ്ങെത്തുമ്പോ തവഫത്തുഹു റുസുലുനാ, നമ്മൾ പറഞ്ഞയച്ചിട്ടുള്ള ദൂതന്മാരവന്റെ ആത്മാവിനെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകുന്നു, അവനെ മരിപ്പിച്ചു കളയുന്നു. വഹും ലാ യുഫർരിതൂൻ, ഒരു നിലക്കുള്ള വീഴ്ചയും അവരതിൽ വരുത്തുന്നതല്ല. സുമ്മ റുദ്ദൂ ഇലല്ലാഹി, പിന്നീട് അവർ അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നതാണ്. ആരാണ് അല്ലാഹു മൗലാഹുമുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള അവരുടെ രക്ഷാധികാരിയായ അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്നതാണ്. അലാ, അറിഞ്ഞുകൊള്ളൂ, ലഹുൽ ഹുക്മു, അവനാണ് വിധിക്കാൻ അവിടെ അധികാരമുള്ളത്. വഹുവ അസ്റഉൽ ഹാസിബീൻ, ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരൊക്കെ മരണപ്പെട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ പരലോകത്ത് പോയി നിന്നാൽ ഇക്കണ്ട കോടി മനുഷ്യന്മാരെയൊക്കെ കൂടി വിചാരണ ചെയ്യാൻ പടച്ചവന് സാധിക്കുമോ എന്ന് സംശയിക്കേണ്ടതില്ല. വഹുവ അസ്റഉൽ ഹാസിബീൻ, വിചാരണ വളരെ ധൃതിയിൽ പെട്ടെന്ന് സ്പീഡിലങ്ങ് നിർവഹിക്കാൻ കഴിവുള്ളവനാകുന്നു അവൻ. ആ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കെങ്കിലും കഴിയോ എന്നാണല്ലോ ചോദിക്കുന്നത്. ആർക്കാണ് അതിന് സാധിക്കുക? മനുഷ്യന് രോഗം വരുമ്പോ എനിക്ക് രോഗം വരണ്ട എന്നൊരാൾക്ക് പറയാൻ സാധിക്കുമോ? മനുഷ്യന് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ആപത്തുകളോ വിപത്തുകളോ അപകടങ്ങളോ വരുമ്പോ ഞാൻ അതിൽ നിന്നൊക്കെ മുക്തനാണെന്ന് ഈ ലോകത്ത് പ്രഖ്യാപിക്കാൻ ഏത് രാജാവിനാ സാധിക്കുക? ഏത് കഴിവുള്ളവനാ സാധിക്കുക? ഏത് ധിക്കാരിക്കാണ് സാധിക്കുക? വിധിക്ക് മുമ്പിൽ കീഴടങ്ങുന്നവരാണ് എല്ലാവരും. കീഴടങ്ങാതെ എല്ലാത്തിനെയും അതിജയിച്ച് നിൽക്കുന്നവൻ ഖഹാർ അല്ലാഹു മാത്രമേയുള്ളൂ. അതാണ് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവന്റെ അടിമകൾക്ക് മീതെ എല്ലാരെയും ജയിച്ചടക്കിക്കൊണ്ട് കീഴടക്കിക്കൊണ്ട് നിൽക്കുന്നവൻ അത് അവൻ മാത്രമാണ്. അത്യുന്നതമായ ആ വിശേഷണത്തെയാണ് അൽ ഖഹാർ എന്ന് സൂചിപ്പിക്കുന്നത്. നാളെ പരലോകത്ത് മഹ്ശറിൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ആ അവസരത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെയുള്ള എല്ലാ രാജാക്കന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, എല്ലാവരുമുണ്ട്. അവിടെ വെച്ച് പടച്ചതമ്പുരാന്റെ ചോദ്യം, ഐനൽ മുലൂക്ക്, എവിടെ പോയി രാജാക്കന്മാരൊക്കെ? ഐനൽ ജബാബിറ, പോക്കിരികളൊക്കെ എവിടെ പോയി? ഐനൽ ജബ്ബാറൂന ഐനൽ മുതകബ്ബിറൂൻ, എവിടെ പോയി അവരൊക്കെ? ആരെയും കാണുന്നില്ലല്ലോ, എന്താ ഒന്നും പറയാനില്ലേ? അല്ലാഹുവിന്റെ ചോദ്യം, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? ആരെങ്കിലും ഒരു അക്ഷരം പറയോ? ഇല്ല. കാരണം വഅനത്തിൽ വുജൂഹുൽ ഹയ്യിൽ ഖയ്യൂം, എല്ലാ മുഖങ്ങളും അവിടെ. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, പരമകാരുണികന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും
പതുങ്ങിയിരുന്നു. ഒച്ചയിട്ട് ആളുകളെ പേടിപ്പിച്ചിരുന്ന, അടക്കി നിർത്തിയിരുന്ന ധിക്കാരികളൊക്കെ അവിടെ പതുങ്ങിപ്പോയിരിക്കുന്നു. മറുപടി പറയാൻ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു തന്നെ പറയുന്നു. ആർക്കാ ഇന്നത്തെ അധികാരം? എന്താ അള്ളാഹു ഉടനെ പറയുന്നത്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകനായ എല്ലാ സൃഷ്ടികളുടെയും മേലെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് അതിജയിച്ചു നിൽക്കുന്നവനായ അള്ളാഹു അവന് മാത്രമാണ്. അവിടെ ഒരക്ഷരം പടച്ചതമ്പുരാൻ അനുവാദമില്ലാതെ ഒരാളും സംസാരിക്കുന്നതല്ല. അള്ളാഹുവിന്റെ റസൂൽ അടക്കമുള്ള അമ്പിയാക്കൾ അവിടെ ശുപാർശ പറയുന്നത് പോലും അള്ളാഹുവിന്റെ അനുവാദം അങ്ങ് കിട്ടുമ്പോഴാണ്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ പെർമിഷൻ കൂടാതെ, അവന്റെ അനുവാദം കിട്ടാതെ പരലോകത്തെ ശുപാർശ പറയാൻ ആരുണ്ടടോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അപ്പൊ അവിടെ അങ്ങോട്ട് അള്ളാഹുവിന്റെ ആ തൃപ്തി, പടച്ചതമ്പുരാന്റെ ആ പൊരുത്തം, അതൊക്കെ കിട്ടിയവർക്കാണ് അവിടെ രക്ഷ. അതുകൊണ്ടാണ് ആരുമാണ്ട് വന്നോളി ഞാൻ അവിടെ ഉണ്ടാകുന്ന അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂല് സ്വന്തം മകളോട് പോലും പറഞ്ഞത്, ഫാത്തിമ നീ എന്റെ മകളാണ്, നീ എന്റെ കരളിന്റെ കഷ്ടമാണ്, പക്ഷേ ആഖിറത്തിൽ നിന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധ്യമല്ല, അതുകൊണ്ട് സ്വയം നിനക്ക് വേണ്ടി നീ അമൽ ചെയ്തു കൊള്ളണം ഫാത്തിമ എന്ന് മഹാനായ മുത്ത് മുസ്തഫ സ്വന്തം മകളോട് പോലും പറഞ്ഞു. എന്നിട്ടാണ് ഇപ്പൊ ജീലാനി തരീഖത്തുകാർ പറയുന്നത്, മുരീദി തമസ്സക് ബി വകുൻബി യവാസിഖ ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മുരീദി, എന്റെ മുരീദേ, ശിഷ്യ, നീ എന്നെ മുറുകെ പിടിച്ചോ, നീ എന്നെ നന്നായി ഉറപ്പിച്ചു പിടിച്ചോ, എങ്കിൽ നിന്നെ ഞാൻ ഈ ദുനിയാവിൽ മാത്രമല്ല അഹ്മീക ഫിദ്ദുനിയാ, ദുനിയാവിൽ നിന്ന് ഞാൻ കാത്തുകൊള്ളും, പിന്നെ നാളെ പരലോകത്തും നിന്നെ ഞാൻ കാത്തുകൊള്ളാം എന്ന് വാക്ക് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാഹിറായ ഖഹാറായ പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് അത് ഈ ലോകത്തോട് പറയാൻ സാധിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ സമ്മതവും പൊരുത്തവും കിട്ടിയവർക്ക് വേണ്ടിയല്ലാതെ ഒരക്ഷരം ഉരിയാടാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് പഠിപ്പിച്ച നേതാവാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകൾ പറയുന്നു, അതൊക്കെ അവിടെ എത്തിയാൽ നമ്മുടെ ചീട്ടിൽ ഓരോരുത്തരും കയറുന്നതാണ്. നിങ്ങൾ നല്ല ആൾക്കാരൊന്നും ആവണ്ട, ഒക്കെ നമ്മുടെ കെയർ ഓഫിൽ കയറുന്നതാണ്. അതാണ് എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എന്റെ മുരീദുകൾ ആരും നരകത്തിലില്ല, നരകത്തെ കാക്കുന്ന മലക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നത്? ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ അങ്ങനെ പറയൂല, പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ കറ്റി ഉണ്ടാക്കിയ അപദാനങ്ങൾ എന്ന പേരിലുള്ള മാലപ്പാട്ടുകളിൽ ഉള്ളതാണത്. അതേപോലെ തന്നെ നിങ്ങളാണ്ട് വന്നാ മതി, നിങ്ങൾ നല്ലവരൊന്നും അല്ലെങ്കിലും, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ, ഞാൻ നല്ലവനാന്നുള്ള കെയറോഫിലാണ് കയറിപ്പറ്റാം എന്നാണ്. ഇതുപോലെ അമ്മോശങ്കാക്കാക്ക് ഇഷ്ടപ്പെട്ട മരുമകൻ പുതിയാപ്പളന്റെ കൂടെ അമ്മോശാക്കാക്ക് വെറുപ്പുള്ള ഒരാൾ കയറി വരുമ്പോ ഈ മരുമോനെ പരിഗണിച്ച്, പുതിയാപ്പളിനെ പരിഗണിച്ച്, അമ്മോശാക്കാക്ക് വെറുപ്പുള്ള ആളാണെങ്കിലും വന്നാ കസേരട്ട് കൊടുക്കൂലേ, ജ്യൂസ് വിളമ്പൂലേ, ബിരിയാണി കൊടുക്കൂലേ? എന്തേ? ഈ വന്നോന് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹബീബായ തന്റെ മകളെ പുയ്യാപ്പളെ വന്നിരിക്കുന്നത്, പുയ്യാപ്പളന്റെ കൂടെ കയറി വന്നത്, അതുകൊണ്ട് രക്ഷപ്പെടുത്തും. ഇങ്ങനെ ദുന്യാവിന്റെ പ്രശ്നങ്ങളുമായി കൂട്ടിക്കിഴക്കുന്നുണ്ട് ആഖിറത്തിൽ. അത് ഖാഹിറായ അള്ളാഹു പറഞ്ഞതല്ല, ഖഹാറായ റബ്ബുൽ ആലമീൻ പറഞ്ഞതല്ല. ആ റബ്ബ് പറഞ്ഞയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപാട് കാലം സുജൂദിൽ ഇങ്ങനെ കിടക്കും. അവിടെ ഒരാൾക്ക് മിണ്ടാൻ അധികാരമല്ല, പടച്ചോനോട് നേരിട്ട് പോയിട്ടാണ് ചോദിക്കല്ല. എന്ത്? അള്ളാഹ് എന്നാ പേരുകൊണ്ട് വിചാരണക്ക് എടുക്കുക. അള്ളാഹുവിന്റെ റസൂല് പോലും ചെയ്യുന്നത് എന്താ? അള്ളാഹുവിന്റെ മുമ്പിലനാ കൊല്ലങ്ങളോളം സുജൂദിൽ കിടക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്റുകളും ദുആകളും ആ സുജൂദിൽ അള്ളാഹുവിന്റെ റസൂല്, ഹബീബായ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ കാലം കഴിയുമ്പോഴും തല സ്വന്തമായിട്ട് ഉയർത്തുന്നില്ല. കുറെ കാലം കഴിയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇർഫഅ റഅസക, ഇപ്പോൾ തല ഉയർത്തിക്കോളൂ, വസൽ, ചോദിച്ചോളൂ, തുഅതാ, നിങ്ങൾക്ക് നൽകാം, ഇശ്ഫഅ, ശുപാർശ പറഞ്ഞോളൂ, തുശഫഅ, നിങ്ങളുടെ ശുപാർശ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നതാകുന്നു. അപ്പോഴാ അല്ലാഹുവിന്റെ റസൂലിന് പറയാനുള്ള കാര്യം പറയാ. ഇതാണ് അന്നത്തെ മുഴുവൻ അധികാരം. ലിമനിൽ മുൽക്കുൽ യൗം,
ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എന്നിട്ടാണ് ഈ സകല എല്ലാ ശിർക്കും പ്രചരിപ്പിക്കുന്ന കള്ളത്തരീക്കത്തുകാരൻ മുരീദന്മാർക്ക് ഇങ്ങനെ ചീട്ട ഇത് കാത്തിരിക്കുകയാണ്. ഖബറിലും ഞാൻ ഉണ്ടാകും, ആഖിറത്തിലും ഞാൻ ഉണ്ടാകും, അത് വന്നാ മതി, ഞാൻ അവിടെ ഉണ്ടാകും, ഞാൻ അവിടെ ഉണ്ടാകുമെന്ന്. ഇത് പടച്ചതമ്പുരാന്റെ റസൂല് പഠിപ്പിച്ചതല്ല. അപ്പൊ ഖാഹിറായ അള്ളാഹു അത് അവന്റെ മാത്രം അധികാരമാണ്. ആ നിലക്ക് അവൻ ഒരാൾക്കും അത് വിട്ടുകൊടുത്തിട്ടില്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇനി മാത്രമല്ല, ഈ ഖാഹിറായ അള്ളാഹു അവനെ രാജാവ്, അവനെ ആരാധ്യനാകാൻ പറ്റൂ. അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനോ അവരെ ആരാധിക്കാനോ പറ്റില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ അകപ്പെട്ട അവസരത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ കാഫിറുകളായ ചില ചങ്ങാതിമാരാണ് ജയിലിലുള്ളത്. അപ്പൊ ആ അവസരം മുതലെടുത്തുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് തൗഹീദ് പറയാണ്. എവിടെയാ ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ തൗഹീദ് പറയണമെന്നും കൂടെ കൂട്ടത്തിൽ പഠിച്ചു വെച്ചോളൂ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ, നിരപരാധിയായ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ വലിയ ഒരു രൂപത്തിലുള്ള ആരോപണം കെട്ടിച്ചമച്ചുകൊണ്ട് ജയിലിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ജയിലിൽ കൂടെ പാർക്കുന്ന ഒപ്പമുള്ള ആളുകൾ കാഫിറുകളായ രണ്ട് ചങ്ങാതിമാർ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അവസരം മുതലെടുത്തുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, യാ സാഹിബൈസ് സിജിൻ അഅർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഓ എന്റെ ജയിലിലുള്ള എന്റെ രണ്ട് കൂട്ടുകാരെ, എന്റെ ചങ്ങാതിമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ജയിലറയിലുള്ള കൽത്തുറുങ്കിലുള്ള ആ രണ്ട് ചങ്ങാതിമാരോട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ചിന്തിപ്പിക്കുന്ന ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നു, അഅർബാബും മുതഫർരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അഅർബാബും മുതഫർരിഖൂന, ചിന്ന ഭിന്നമായ കുറെ റബ്ബുകളാണോ ഖൈർ, നമുക്ക് ഏറ്റവും നല്ലത്? അമില്ല, അതോ അല്ലാഹയാണോ? അവൻ ആരാണ്? അൽ വാഹിദു, അവൻ ഏകനാണ്. അൽ ഖഹാർ, ഏത് രാജാവിനെയും എല്ലാത്തിനെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളവനാ. അവനാണോ റബ്ബാകാൻ കൊള്ളുക? അതോ നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റു പലരുമോ? നിങ്ങൾ പലരോടും ദുആ ചെയ്യുന്നില്ലേ? പലർക്കും ഇബാദത്ത് എടുക്കുന്നില്ലേ? നിങ്ങളുടെ മനസ്സ് അവരിലേക്കൊക്കെ ചിന്ന ഭിന്നമായി പോയിട്ടില്ലേ? അതിനേക്കാളൊക്കെ മനസ്സ് പലതിലേക്കും ചിന്ന ഭിന്നമായി പോകാതെ ഇബാദത്താകുന്ന ഏറ്റവും മഹനീയമായ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത അതേകനും എല്ലാത്തിനെയും അടക്കി നിർത്തിക്കൊണ്ട് എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയവനായ ഖഹാറായ അള്ളാഹ്ക്ക് കൊടുക്കുന്നതാണോ നല്ലത്? അതോ പലരിലേക്കും കൂടി മനസ്സിങ്ങനെ ഒരിടത്തും സമാധാനം കിട്ടാതെ പലയിടത്തേക്ക് മനസ്സിങ്ങനെ മാറിപ്പോകലാണോ ഖൈർ എന്ന ചോദ്യമാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നത്. അതിലൂടെ അവരാണ് പഠിപ്പിച്ചു, വാഹിദും ഖഹാറുമായ അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ, വേറെ ഒരാളും അതിന് യോഗ്യരല്ല എന്ന് വളരെ കൃത്യമായി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിലൂടെ പഠിപ്പിക്കുന്നു. ആ പാഠം നമ്മളും ഉൾക്കൊള്ളണം. ഖഹാറായ റബ്ബേ, ഞാൻ നിന്റെ അടിമയാണ്, എല്ലാ കാര്യത്തിനും എല്ലാവരെയും അതിജയിക്കാൻ നിനക്ക് കഴിയും, എല്ലാവരും നിന്റെ കീഴിലാണ്, എല്ലാവരും നിന്റെ കൺട്രോളിലാണ്, നിന്റെ പിടുത്തത്തിലാണ്, ഏത് കൊമ്പനെയും നശിപ്പിക്കാനും തകർക്കാനും ഒക്കെ നിനക്ക് കഴിയും റബ്ബേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു. അള്ളാഹുവിനോട് അവനോട് വിളിച്ച് മാത്രം ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണിത് എന്ന് ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ നമ്മോട് ചൊല്ലാൻ പറഞ്ഞത്, അതല്ലെങ്കിൽ അതിലൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഏത് കാര്യത്തിന് വേണ്ടിയാണ് എന്ന് വിശദീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഗഫാർ, ഗഫാർ എന്ന അള്ളാഹുവിന്റെ നാമം, അത് ധാരാളം പൊറുത്തു കിട്ടുന്നവൻ, പൊറുത്തു തരുന്നവൻ എന്നാണല്ലോ അതിന്റെ അർത്ഥം. എന്നാൽ ഈ പുസ്തകത്തിൽ മജ്മൂഉൽ ലത്തീഫ് പരിഭാഷയിൽ നമ്മളോട് വേറൊരു ഉപദേശം എന്താണെന്നറിയോ? എന്താ പറയുന്നത്? ഗഫാറിനർത്ഥം ധാരാളം പൊറുത്തു തരുന്നവൻ എന്നാണ്. ഈ നാമത്തിന്റെ കളം പറഞ്ഞില്ല, എല്ലാത്തിനും കളം എഴുതി ആകെ കോളാക്കുകയാണ് ഇതൊക്കെ. ഈ നാമത്തിന്റെ കളം ഈയത്തകിടിൽ മാസത്തിലെ അവസാന രാവിൽ എഴുതി ഈ നാമം 1361 വട്ടം ചൊല്ലി അതിന്മേലൂതി ദേഹത്തിൽ ചുമന്ന് ഏതെങ്കിലും അക്രമിക്കെതിരെ പ്രാർത്ഥിച്ചാൽ ആ അക്രമിയുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതാകും. ഇനി വക പണിയൊക്കെ എടുക്കണം. അക്രമിന്റെ കണ്ണ് പോകാനാ പറഞ്ഞു, അവന്റെ വേറെ പലയിടത്തും പോകണമെങ്കിൽ വേറെ കൊല്ലേണ്ടി വരും. അപ്പൊ ഇതൊന്നും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ല. എഴുതി നോക്കിക്കോ, അത് ചുമന്നുകൊണ്ട് ഈ നാമം ചൊല്ലൽ പതിവാക്കിയാൽ അയാളെ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത അവസ്ഥ വരും.
കണ്ടിട്ടില്ലേ? മുതുകാട് കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്തായാലും ആണ്ട് ഇല്ലാതാക്കും. എന്തായാലും പറയാ വാനിഷിങ്ങോ? എന്താണെങ്കിൽ ആളല്ലാതാവാണ്. യുദ്ധത്തിലും മറ്റു ചില ഘട്ടങ്ങളിലും ഇങ്ങനെ അപ്രത്യക്ഷമാകാനും ശത്രുക്കളെ നശിപ്പിക്കാനും അയാൾക്ക് കഴിയും. അപ്പൊ നിങ്ങൾ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി ഇത് ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നാൽ ഏതാ ചുമക്കേണ്ടത്? ഇത് നല്ല സാധന കണ്ടില്ലേ? ഈ കള ഇങ്ങനെ എഴുതിയിട്ട് അത് ഇങ്ങനെ ചുമന്നിട്ട് ഇങ്ങനെ നടന്നാൽ പിന്നെ കുറെ കഴിയുമ്പോ നിങ്ങൾക്ക് ആളെ കാണാതാവും. ഇല്ലെങ്കിൽ നിങ്ങളാണ് കണ്ണും പിക്കാളി, നിങ്ങളാരും കണ്ണില്ല എന്ന് വിചാരിച്ചാൽ മതിയല്ലോ അല്ലേ? എന്നിട്ട് അവസാനം എന്താ പറയുക? നോക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ ദീന് കൊണ്ടാക്കുന്ന ഒരു കോലം. എന്നിട്ട് അവസാനം പറയുന്നത് ഇത് ഈ നിലക്ക് ഇതിന്റെ അക്ഷരസംഖ്യ 1361 അതുകൊണ്ടാണ് അങ്ങനെ ചൊല്ലാൻ വേണ്ടി പറയുന്നത്. ഇനി ഖഹാർ എന്ന നാമത്തിന്റെ കളം പറയുന്നത് എന്താണ്? ഇപ്പൊ വിശദീകരിച്ചല്ലോ. ഖഹാറിനർത്ഥം ബലമായി കീഴടക്കുന്നവൻ എന്നാണ്. ശത്രുക്കളെ കീഴടക്കാൻ ഈ നാമം പ്രയോജനകരം. സ്വയം നിയന്ത്രിക്കാനും ഈ നാമം പ്രയോജനപ്പെടും. നഫ്സിനെ മെരുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിന്റെ കളം മിരീഹിന്റെ സായത്തിൽ എഴുതി കെട്ടുകയും ഈ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അക്രമികളെ തടുക്കാനും വാദപ്രതിവാദത്തിൽ ജയിക്കാനും ഉത്തമം. വാദപ്രതിവാദത്തിൽ ജയിക്കാൻ ഈ തകിടും കെട്ടിയിട്ടാവും ഇപ്പൊ മറ്റേ മൂലന്മാരൊക്കെ വന്നിട്ടുണ്ടാകുക. ഈ തകിട് കെട്ടണം എന്നാണ് വാദപ്രതിവാദത്തിൽ ജയിക്കാൻ. അബ്ദുൽ ഖഹാർ എന്ന് പേരുള്ളവർക്ക് ഇത് കൂടുതൽ ഫലം ചെയ്യും. അപ്പൊ അബ്ദുൽ ഖഹാറുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ ഫലം ചെയ്യുക എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല, ഇതൊക്കെ ഓരോരുത്തരുണ്ടാക്കി തീർത്താണ്. അപ്പോ ഇനി ഓരോ പേരിന്റെ അടുത്തെത്തുമ്പോ ഞാൻ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. പിന്നെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ്, അള്ളാഹുവിന്റെ പേരാണ് അൽ വഹാബ്. അൽ വഹാബ് എന്ന അള്ളാഹുവിന്റെ നാമമാണ്. പരിശുദ്ധ ഖുർആനിൽ വഹാബ് എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമമായി പറഞ്ഞത് 3 സ്ഥലത്താണ്. എന്താണ് അതിന്റെ ആശയം? അത്യുദാരൻ, പിശുക്കില്ലാതെ, വളരെ കൃത്യമായി ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ, അങ്ങോട്ട് കൊടുക്കാൻ അവകാശപ്പെട്ടതൊന്നുമല്ല, എന്നാൽ തന്നെയും ഉദാരമായി കൊടുക്കുന്നവനാണ് വഹാബ്. അത് അള്ളാഹുടെ പേരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുദാരനാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് മാത്രമേ വഹാബുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നേർമാർഗത്തിലാക്കിയതിന്റെ ശേഷം നീ ഞങ്ങളുടെ ഖൽബുകളെ തെറ്റിച്ചു കളയരുതേ. നിന്റെ പക്കൽ നിന്ന് നീ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഔദാര്യമായി തരണേ. ധാരാളമായിട്ട് ഔദാര്യം നൽകുന്നവനല്ലയോ നീ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പടച്ചവനെ നീയാണല്ലോ വഹാബ് എന്ന് പറയാണ്. ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി നാമത്തിന്റെ ആശയം വിശദീകരിക്കുകയാണ്. ഇന്നക വഹാബു മാ തശാഉ ലിമൻ തശാഉ. അല്ലാഹുവേ, നീയാണ് ധാരാളമായി പിശുക്കില്ലാതെ കൊടുക്കുന്നവൻ. ആർക്ക്? എന്ത്? മാ തശാഉ, നീ ഉദ്ദേശിക്കുന്നത്, ലിമൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നവൻ നീയാണ്. ബിയദിക, നിന്റെ കയ്യിലാണ്, ഖസായിനു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ഖജനാവുകൾ റബ്ബേ നിന്റെ കയ്യിലാണ്. തഫ്തഹു മിൻ ദാലിക മാ അറത്ത ലിമൻ അറത്ത, ആ ഖജനാവിൽ നിന്ന് ആർക്കൊക്കെ എത്രയൊക്കെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഉദ്ദേശിക്കുന്നത്ര നീ വാരിക്കോരി കൊടുക്കുന്നു റബ്ബേ. അങ്ങനെ കൊടുക്കുന്നവൻ നീയല്ലാതെ മറ്റാളുമില്ല. ഇതാണ് വഹാബ് എന്ന പദത്തിന്റെ ആശയം. അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ വിശദീകരിക്കുന്നു, വഹുവൽ മുതഫദ്ദിലു ബിൽ ലതായാ المنعم بها المنعم بها لا عن استحقاق عليه. ഒരവകാശവും ഈ മനുഷ്യന് കിട്ടാനില്ലെങ്കിലും പടച്ച തമ്പുരാൻ അതാ അവന്റെ ഔദാര്യം കൊണ്ട് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് വകദാലികൽ വഹാബു മിൻ അസ്മാഇഹി ഫൻദുർ മവാഹിബഹു മദൽ അസ്മാനി അഹ്ലുസ് സമാവാതിൽ ഉലാ വൽ അർദിൻ തിൽകൽ മവാഹിബി ലൈസ യൻഫക്കാനി. ആകാശഭൂമികളിലുള്ള മുഴുവൻ ആളുകൾക്കും ഓരോ അവസരത്തിലും അവർക്ക് യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഓരോ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ അവന്റെ ഔദാര്യത്തിൽ നിന്ന് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ നിലക്ക് ഇങ്ങോട്ടൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ എല്ലാ അവസരത്തിലും വേണ്ടത് മുഴുവൻ വാരിക്കോരി നൽകുന്ന, ഉദാരമായി കൊണ്ട് നമുക്ക് നൽകുന്ന ഒരേ ഒരു റബ്ബേ നമുക്കുള്ളൂ. അത് വഹാബായ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് പറയുന്നത്, എന്ത്? നീ മാത്രമാണ് റബ്ബേ അൽ വഹാബ്. അത് നൽകാൻ ഒരാളെ കൊണ്ടും കഴിയൂല. പടച്ചതമ്പുരാൻ നൽകുന്നതൊന്നും വേറൊരാൾക്ക് നൽകാൻ കഴിയാത്തതാണ്.
പടപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നൽകുന്നത് അള്ളാഹു കൊടുത്ത പണത്തിൽ നിന്ന് കുറച്ചാണ്ട് കൊടുക്കും, അത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇതിലപ്പുറം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരുപാട് സംഗതികളില്ലേ? സൃഷ്ടികളിലൂടെ തീരെ നടപ്പുള്ളതല്ല. സന്താനത്തെ നൽകുന്നിടത്ത് അള്ളാഹു പ്രയോഗിച്ചത് യഹബു എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവിടെ ഹിദായത്ത് നൽകുന്നിടത്ത് അള്ളാഹു പ്രയോഗിച്ചത് വഹബയുടെ പ്രയോഗമാണ്. അവിടെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്ത് ഒരു സൃഷ്ടിയുടെ കൈക്കും ഒരു നടപ്പില്ലാത്ത പ്രവർത്തനമാണ്. അത് ഉദാഹരണമായ അല്ലാഹുവിന്റെ കൈക്ക് മാത്രം നടക്കുന്ന സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ വിശ്വാസമാണ് ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. എന്റെ നാഥൻ മാത്രമാണ് വഹാബ് എന്ന് ചിന്തിക്കുമ്പോ അവൻ അറിയുന്നു എന്ത്? ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. സൂറത്തു ശൂറയിലെ 49-ാമത്തെയും 50-ാമത്തെയും ആയത്തിലൂടെ റബ്ബ് പഠിപ്പിക്കുന്നു എന്ത്? ആകാശഭൂമികളുടെ മുഴുവൻ അധികാരം, അതിന്റെ മുഴുവൻ ആധിപത്യം അവനുള്ളതാണ്. യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു, അവൻ ഔദാര്യമായി നൽകുന്നതാണ്. ലിമൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനാസ, അവൻ പെൺമക്കളെ കൊടുക്കുന്നു. വയഹബു, അവൻ ഔദാര്യമായി തന്നെ നൽകുന്നു. ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും കൊടുക്കുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസ, അവൻ ഉദ്ദേശിക്കുന്ന ചില ദമ്പതികൾക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും നൽകുന്നു. അതേ റബ്ബ് തന്നെ വയജഅലു മൻ യശാഉ അഖീമാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒന്നും നൽകാതെ വന്ധ്യരാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്നഹു അലീം, അവനാണ് അറിവുള്ളവൻ. ആർക്കാ കൊടുക്കണ്ടേ? ആണാണോ പെണ്ണാണോ? തീരെ കൊടുക്കണ്ടേ? കൊടുത്താലാണോ ഹൈറ്, കൊടുക്കാതിരുന്നാലാണോ ഹൈറ് എന്നൊക്കെ പടച്ചോൻ അറിഞ്ഞിട്ടായി തീരുമാനം. വിഷമിക്കേണ്ടതില്ല. അവൻ അലീമാണ്, അവൻ അറിഞ്ഞിട്ടായി ചെയ്തത്. അറിയാതെ ഒരു അബദ്ധം സംഭവിച്ചിട്ടൊന്നുമല്ല മക്കൾ ഉണ്ടാവായതോ അല്ലെങ്കിൽ ഉണ്ടായതൊന്നും. ഇതൊക്കെ പടച്ചോന്റെ തീരുമാനമാണ്. അവൻ അലീമാണ്, അവൻ അറിയാം. ഖദീർ, അവന് കഴിയും ചെയ്യും. എത്ര വേണമെങ്കിലും കൊടുക്കാൻ കഴിയും, കൊടുക്കാതിരിക്കാനും അവൻ തന്നെ തീരുമാനിക്കുന്നത്. അതൊക്കെ അള്ളാഹു അവിടെ പ്രയോഗിച്ചതൊക്കെ നോക്കൂ നിങ്ങൾ. യഹബു, സന്താനത്തെ നൽകാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരാളും അതിന്റെ മുമ്പിൽ പരാജയപ്പെടുകയല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കുമോ? മഹാന്മാരായ പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്താന ദുഃഖം അനുഭവിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്താപമുണ്ടായ വ്യക്തിത്വമാണ്. അതേ പ്രവാചകന്മാരൊക്കെ പക്ഷേ റബ്ബിനോടങ്ങ് ദുആ ചെയ്തപ്പോ അവര് പ്രാർത്ഥിച്ചതെന്താണ്? പടച്ച തമ്പുരാനെ, നിന്റെ പക്കൽ നിന്ന് നീ ഞങ്ങൾക്ക് ഔദാര്യമായിട്ട് മക്കളെ തരണം എന്നാണ് ഒരു ദുആ ചെയ്തത്. അങ്ങനെയാണ്. അങ്ങനെ ഇബ്രാഹിം നബിക്ക് കുട്ടിനെ കിട്ടി, ഇസ്മായിൽ നബിനെ കിട്ടി, ഇസ്ഹാഖ് നബിനെ കിട്ടി. നന്ദി പറഞ്ഞത് അള്ളാഹിനോട് എങ്ങനെയാണെന്നറിയോ? അൽഹംദുലില്ലാഹ് അല്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. സൂറത്ത് ഇബ്രാഹിമിന്റെ 39-ാമത്തെ ആയത്തിൽ കാണാം, സന്താനമുണ്ടായപ്പോ നന്ദി പറഞ്ഞത് അള്ളാഹുവിനോടാണ്. കാരണം പടച്ച തമ്പുരാനെ അതിന് കഴിയൂ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കാൻ അവനെ കഴിയൂ. ലോകത്തൊരു ശക്തിക്കും എത്ര വലിയ ഉന്നതനാണെങ്കിലും മക്കളെ കൊടുക്കാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലായിരുന്നു എന്നോർക്കണം. ഖലീലുല്ലാഹി, അല്ലാഹുവിന്റെ ഉറ്റ ചങ്ങാതി എന്ന സ്ഥാനപ്പേര് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞ പ്രവാചകൻ മക്കളില്ലാതെ ഒരുപാട് കാലം വിഷമിച്ചിട്ടുണ്ട്, മക്കളില്ലാതെ ഒരുപാട് കാലം സങ്കടപ്പെട്ടിട്ടുണ്ട്, മക്കളില്ലാതെ ഒരുപാട് കാലം പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. അവസാനം റബ്ബ് കുഞ്ഞിനെ കൊടുത്തപ്പോൾ അതാ നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് അത്രേ സർവസ്തുതിയും. അല്ലദീ, അവൻ എങ്ങനത്തവനാണ്? വഹബലി, അവൻ എനിക്ക് ഔദാര്യമായിട്ട് തന്നവനാണ്. അലൽ കിബരി, ഈ കുട്ടികളൊന്നുമില്ലാൻ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഈ വയോവൃദ്ധരായിരിക്കുന്ന പ്രായത്തിലും എനിക്ക് ഇസ്മാഈലിനെയും ഇസ്ഹാഖിനെയും നൽകി എന്നോട് ഔദാര്യം കാണിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും. എന്നിട്ട് അദ്ദേഹം പറയണെന്ത്? ഞാൻ ഇതിലൂടെ എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ത്? ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ് ലസമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാകുന്നു. എന്റെ റബ്ബെ അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നവനുള്ളൂ എന്നർത്ഥം. വേറെ അറിവില്ല. അത് ഇബ്രാഹിം നബി വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്. കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ട് പറയുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ,
അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. ഇന്നക അൻതസ് സമീഉൽ അലീം, നീയാണല്ലോ എല്ലാം കേൾക്കുന്നവനെല്ലാം അറിയുന്നവൻ. ആ വിശേഷണം അല്ലാഹുവിന്റെ പേരായിട്ട് വേറെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെ പറഞ്ഞു. ഇനി സക്കരിയ നബി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പ്രയോഗിച്ച പദം നോക്കൂ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. പടച്ച തമ്പുരാനെ, നിന്റെ പക്കൽ നിന്ന് നല്ലവരായ മക്കളെ നീ എനിക്ക് ഔദാര്യമായിട്ട് തരണേ. ഹബ്ലി, വഹബ എന്നതിന്റെ ആ പ്രത്യേകമായ രൂപത്തിൽ ആവശ്യപ്പെടുന്നതിനുള്ള ക്രിയാരൂപമാണ് ഹബ്. ഹബ്ലി, നീ എനിക്ക് ഔദാര്യമായിട്ട് തരണം. മില്ലതുൻക, നിന്റെ പക്കൽ നിന്ന് ദുർരിയതൻ തയ്യിബ, നല്ലവരായ മക്കളെ തരണം. ഇന്നക സമീഉദ് ദുആ, റബ്ബേ നീ മാത്രമാണല്ലോ ദുആഇനെ കേൾക്കുന്നവൻ. അല്ലാഹുവിന്റെ ഉത്തരം കൊടുത്തില്ലേ? റബ്ബ് ഉത്തരം ചെയ്തു. ഉത്തരം ചെയ്തതിനെ കുറിച്ചു എന്താ അല്ലാഹ് പറയുന്നത്? ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്നാ ലഹു സൗജഹു. ദേഹത്തിന് നാം ഉത്തരം നൽകി. വവഹബ്നാ ലഹു, നാം സക്കരിയക്ക് ഔദാര്യമായിട്ട് കൊടുത്തു. യഹ്യാ, യഹ്യാ എന്ന മോനെ ഞാൻ കൊടുത്തു. മാത്രമല്ല ആ പ്രാർത്ഥനയിലൂടെ ഞാൻ വേറൊരു കാര്യവും കൂടി ചെയ്തു. വഅസ്ലഹ്നാ ലഹു, സക്കരിയാക്ക് നാം നന്നാക്കി കൊടുത്തു. ചികിത്സ ചെയ്തിട്ടല്ല, റബ്ബിന്റെ ഔദാര്യത്തിലൂടെ അങ്ങ് നന്നാക്കി കൊടുത്തു. ആരെ? സൗജഹു, അദ്ദേഹത്തിന്റെ ഭാര്യയെ. ഭാര്യക്കൊരു വന്ധ്യതാരോഗം ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് ശിഫയാക്കി. അല്ലാഹ് പറയാണ്, അത് അല്ലാഹ്ക്കേ കഴിയൂ. പടച്ചോന്റെ കവാടത്തിൽ മുട്ടിയിട്ടേ കാര്യമുള്ളൂ. പ്രവാചകന്മാരൊക്കെ അതാ പഠിപ്പിച്ചത്. എന്നിട്ടോ നമ്മളിങ്ങനെ മാലയിൽ ഇങ്ങനെ വിളമ്പി വെച്ചിക്കല്ലേ, കുട്ടികളെ വേണോ, എത്രണ്ണാ വേണ്ടി നയിക്കണ്. കുട്ടികളോ നിങ്ങൾക്ക് എത്രണ്ണാ വേണ്ടി? ഒന്ന് ചോദിച്ചിട്ട് കൊടുക്കാത്തവർക്ക് 7 ഒപ്പം കൊടുത്തു എന്നാറ്. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അദ്ദേഹത്തെ മദ്ഹ് ചെയ്യാൻ വേണ്ടി കറ്റുകെട്ടി ഉണ്ടാക്കിയ മാലയിൽ ഷെയ്ഖിന്റെ ഒരു മുരീദ് പോയിട്ട് പറയുന്നു, എന്ത് കുട്ടിയില്ല, എനിക്കൊരു കുട്ടിനെ തരണം. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹിനോട്, പടച്ചോനെ ഒരു കുട്ടിനെ കൊടുക്ക്. അപ്പോ ലൗഹിൽ മഹ്ഫൂദിലേക്ക് ഞാൻ നോക്കിയിട്ട് പടച്ചോൻ പറഞ്ഞു, ഏയ് ഓൾക്ക് ഞാൻ കുട്ടിനെ വിധിച്ചിട്ടില്ലല്ലോ, ഓൾക്ക് കുട്ടിനെ വിധിച്ചിട്ടില്ല. ഉടനെ ഷെയ്ഖ് പറയാണ്, ഒന്ന് വിധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ 2 കൊടുത്തതാണ്, ഒന്നില്ലെങ്കിൽ 2 കൊടുത്തോ. അങ്ങനെ അങ്ങനെ ലേലം വിളിമാതിരി ഏറ്റി വിളിച്ചു എന്നാണ്. അവസാനം 7 കഴിഞ്ഞ് 8ന്റെ അവിടേക്ക് എത്തുക. അപ്പൊ പടച്ചോനാകെ ഉടനെ പറഞ്ഞു, എന്ത് 800 തീരും മുമ്പായി റയവൻ MP ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 എന്ന് ചോദിച്ചാൽ 8 കൊടുക്കേണ്ടി വരും, കാരണം ചോദിക്കുന്ന ആള് ഷെയ്ഖാണ്. കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്ന. അപ്പൊ 800 തീരും മുമ്പായി ഇറയവൻ MP ഞാൻ 7 കൊടുക്കാം. 7 കൊടുത്തോളാം ഷെയ്ഖേ, നീ ചോദിക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടീനെയും ഞാൻ വിധിച്ചിട്ടില്ല എന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് അള്ളാഹു പറഞ്ഞ ഈ പെണ്ണിന് എത്രണ്ണാപ്പ കിട്ടിയത്? 7 ഏയ് നോക്കണങ്ങള്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിന്റെ അവസാന സമയത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിനോട് തേടാണ്, പടച്ചോനെ നിന്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്കൊരു മോനെ തരണം. നീ കഴിവുള്ളവനാണല്ലോ, നീ കെൽപ്പുള്ളവനാണല്ലോ, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, അറിയില്ലേ? എന്നിട്ട് ഇവർക്കതൊരു വിഷയമല്ല. മാത്രമല്ല, ഒരു കുട്ടിയാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായ കുട്ടി പെണ്ണാണോ എന്നാ ആണാക്കി മാറ്റി കൊടുക്കും. ഒരു പ്രശ്നമില്ല ഇവർക്ക്. അത് ഓപ്പറേഷനിലൂടെ ഒന്നുമല്ല. അത് ഷെയ്ഖിന്റെ ഒരുപാട് കാലം ഷെയ്ഖിനോട് ഇങ്ങനെ പറഞ്ഞു അവസാനം കുട്ടി ഉണ്ടായി നോക്കുമ്പോ പെൺകുട്ടിയാണ്. അപ്പൊ ഷെയ്ഖിനോട് പോയിട്ട് ആവലാതി പറഞ്ഞു, എനിക്ക് പെൺകുട്ടിനെ വേണ്ട. ആ സാരല്ലോ ഈ പെരയിലേക്കാണ് പോയിക്കോ. അല്ല, എനിക്ക് പോകാൻ കഴിയൂല, കുട്ടിനെ ആണാക്കി തന്നെ തരണം. സാരല്ലടോ, ഈ പൊയ്ക്കോ. ഏയ് മുരീദ് വീട്ടിലെത്തി നോക്കുമ്പോഴേക്ക് പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പുതി പോൽ മാറ്റുന്ന പൂർണ്ണ പൊലിവാണോർ. പെണ്ണായി പിറന്നുള്ള കുട്ടിയെ ആണാക്കി പൂതി പോലെ മാറ്റിക്കൊടുക്കുന്ന പൂർണ്ണ പൊലിവാണോർ. കേട്ടില്ലേ? എന്താ ഇവരുടെ ധാരണ? എന്താ ഇവർ ശൈഖുമാരെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്? നോക്കണം നിങ്ങൾ. പടച്ച തമ്പുരാന്റെ തീരുമാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഒരാൾക്ക് വിധിച്ചതെങ്കിൽ ആ തീരുമാനം അതൊന്നും ഇവർക്ക് വിഷയമല്ല. ഇവരിങ്ങനെ ചീട്ട് ചെയ്താ പടച്ചോ റേഷൻ പീടിക അരി തൂക്കുന്ന ആളാ, ഇവരെ ഇതിനെ ചീട്ടിന് അള്ളങ്ങനെ കോരിക്കൊടുക്കുക.
അല്ലേ? അള്ളാഹുവിനെ എവിടെയാ കൊണ്ടുപോയി വെച്ചത്? ചിന്തിക്കണം സുഹൃത്തുക്കളെ. ഇത്തരത്തിലുള്ള ക്ഷുദ്രകൃതികളാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ വീര്യം കെടുത്തിയത്, ഈ മുസ്ലിം ഉമ്മത്തിനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റിയത്, ഈ മുസ്ലിം ഉമ്മത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശുദ്ധ വചനങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് അകറ്റിയത് ഇത്തരത്തിലുള്ള ക്ഷുദ്രകൃതികളാണ്. ഇനി ഈ സമൂഹത്തോട് പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇവരാണ് അതിന്റെ പ്രചാരകന്മാർ, ഇവരാണ് അതിന്റെ ആളുകൾ. എന്നിട്ട് ഇവർ പറയുന്നത് നോക്കൂ, വഹാബിൻ അർത്ഥം അത്യുദാരൻ എന്നാണ്. ഏത് പിശുക്കനെ സമീപിക്കുമ്പോഴും ഈ നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഒരു പിശുക്കന്റെ അടുത്ത് പോയാ വഹാബ് 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 വഹാബ്, അപ്പൊ അയാൾ പോക്കറ്റിൽ കൈ ഇങ്ങനെ, നിങ്ങൾ വഹാബ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 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 വന്ന് ഇങ്ങനെ 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 നിങ്ങൾ വഹാബി എല്ലി തീരുമ്പോഴേക്ക് നിങ്ങളെ പോക്കറ്റിൽ അയാളെ പോക്കറ്റിൽ അതിന് മാറും. ഇതിന്റെ കളം എഴുതി കെട്ടുകയും ചെയ്യുക. അത് എഴുതി കെട്ടണം. ഇതിനൊരു കളമുണ്ട്. ഒരു കളം 25, 39, 36, 23, 30, 24, 25, 25 അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് തന്നെ. ഇത് എഴുതി കെട്ടണം. എന്നിട്ടോ അയാൾ ഉദാരനായി മാറുന്നത് കാണാം. അയാൾക്ക് വിശാലമായി ആഹാരം ലഭിക്കുകയും ഏത് തുറക്കാത്ത പൂട്ടും തുറക്കപ്പെടുകയും ചെയ്യും. തുറക്കാത്ത പൂട്ടൊക്കെ തുറപ്പിക്കണ സാധനമാണ്. അബ്ദുൽ വഹാബ് എന്ന് പേരുള്ളവർക്ക് ഇത് കൂടുതൽ ഫലം ചെയ്യും. ഇത് അബ്ദുൽ വഹാബുമാർക്കാണ് കൂടുതൽ ഫലം ചെയ്യുക. അപ്പൊ സുഹൃത്തുക്കളെ നോക്കൂ, നിങ്ങൾ ഇന്നൊരു രസം കേൾക്കണം. ഇതൊക്കെ എഴുതി വിട്ടിട്ട് ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയിട്ട് ഇപ്പൊ പറയണമെന്നില്ല. ഒരു 10-15 കൊല്ല ഈ ഉള്ളവൻ തന്നെ ഇവിടെയും പല നാടുകളിലൊക്കെ ആയിട്ട് ഇയാളെ പുസ്തകം പറയുന്നത്. ഇപ്പൊ KVM ബന്ധാവിന്റെയാണ് ഈ പരിഭാഷ. ഇന്നിതാ പത്രത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ AP വിഭാഗത്തിന്റെ മുഷാവറ കൂടിയിട്ട് പ്രമേയം പാസാക്കിയിരിക്കുന്നു. എന്താണെന്നറിയോ? സുന്നിയായി അഭിനയിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് നിരക്കാത്ത പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന KVM പന്താവൂരിന്റെ ഒരു പ്രസിദ്ധീകരണവുമായും സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടുന്ന വിചാരിച്ചത് ഇത് നാദാപുരത്തേക്ക് ഒരു മുഴം മുമ്പ് എറിഞ്ഞതാ. ഇൻഷാ അല്ലാഹ് അവിടെ ആയിഷല്ലാഹു തരികയാണെങ്കിൽ പോകണ്ട അവിടേക്ക്. അതിന് മുമ്പ് ഒരു മുഴം മുമ്പ് മറ്റേ ആള് സമസ്തനെ കൊണ്ട് പ്രമേയം പാസാക്കിച്ചതാ. ഇതുകൊണ്ടൊന്നും അവർ രക്ഷപ്പെടൂല. ഈ പുസ്തകമടക്കമുള്ള നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ പരസ്യം ചെയ്ത് ജനങ്ങൾ വാങ്ങി വായിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഉത്തരവാദിത്തം ഈ മുഷാവറ ഇവരേറ്റെടുക്കോ? ഇപ്പൊ നമ്മളിതിങ്ങനെ പറയാൻ തുടങ്ങി വെക്കുമ്പോ ഇവർക്ക് ഈ വിഷമം കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ അവസാനം എന്താണെന്നറിയോ? ഞങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നില്ല എന്നിപ്പാണ് പ്രമേയം പാസാക്കിയത്. നിങ്ങൾ ഏതൊക്കെ അംഗീകരിക്കാത്തതെന്ന് ലീസ്റ്റ് ഇടിക്കും അടുത്ത ദിവസം. അന്ന് കേൾക്കട്ടെ, ഏതൊക്കെ അംഗീകരിക്കാത്തത്? ഏതു കൊല്ലം മുതൽക്ക് എഴുതിയതാ അംഗീകരിക്കാത്തത്? ഏതു കൊല്ലം മുമ്പുള്ളതാണ് സ്വീകരിക്കുക? നിങ്ങളുടെ സർവ്വ പ്രസിദ്ധീകരണങ്ങളിൽ ഇത് വന്നിട്ടില്ലേ? ഇയാളുടെ പുസ്തകത്തിന്റെ പരസ്യം മജ്മുഉൽ ലത്തീഫ് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ശുമൂസുൽ അൻവാർ, ഈ ശംസുൽ മആരിഫുൽ കുബറിന്റെ പരിഭാഷ വന്നിട്ടുണ്ട്. ധാരാളം വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇതിലൂടെ പഠിച്ചു വെച്ചോ. എന്താണെന്നറിയോ? ചിലപ്പോ ചില സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ ഇയാൾ ഈ വക സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കണേ? ഇത് പുറത്തേക്ക് എടുത്തിട്ട് 40 ആലിമീങ്ങൾ ഒന്നിച്ചുള്ള മുഷാവറയാണ് ഇപ്പൊ ഞെട്ടിയിട്ട് പറയണത്. ഞങ്ങൾക്ക് അതിനോടൊരു ബന്ധമല്ലേ? അത് ഞങ്ങളതല്ലേ? ആരെ പറഞ്ഞു നിങ്ങളതല്ലാന്ന്? നിങ്ങളെ പുറത്ത് വെച്ചിട്ടു നിങ്ങളതല്ലാന്നോ? നിങ്ങളാണ് ഒരു പരസ്യം കൊടുത്തത്, നിങ്ങളാണ് ഇത് വിൽക്കുന്നത്, നിങ്ങളെ മർക്കസിൽ നിന്നാണ് ഇപ്പോഴും ഞങ്ങൾ ഇതൊക്കെ വാങ്ങണത്. അതിന്റെ ചീട്ടുണ്ട് ഞങ്ങളെ കയ്യില്. നിങ്ങളെ പുസ്തകം, ഇയാളുടെ പുസ്തകം മർക്കസ് കോംപ്ലക്സിൽ നിന്ന് SYSന്റെ ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയ ചീട്ട് കൊണ്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. ടോട്ടൽ പ്രൈസ് ഇത്രയെന്ന് പറഞ്ഞ് വാങ്ങിയാണ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയാൻ സ്വീകരിക്കൂല. അപ്പൊ സുഹൃത്തുക്കളെ കണ്ടല്ലേ, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാ, തനിച്ച ഷിയാക്കൾ ആശയം പ്രചരിപ്പിക്കുക. ഇതാണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. പടച്ചതമ്പുരാനെ കൊണ്ടാണ് കളി. വഹാബ് എന്ന് അല്ലാഹുവിന്റെ പേരാ. ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലായിക്കോളി. ചില ആളുകൾ പറഞ്ഞു വഹാബികൾ എന്നാ വിളിക്കുക. വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ചു എന്റെ ഒരു ചീത്തയെന്ന് വിചാരിച്ചു തുടങ്ങിയതാ സാധുക്കൾ. പക്ഷെ നോക്കുമ്പോ ആ പേര് വിളിക്കാൻ തോന്നിയത് തന്നെ വലിയൊരു കറാമത്താണ് നമ്മൾ കണ്ടത്. കാരണം വഹാബി എന്ന് പറഞ്ഞാൽ ആരാ? അള്ളയാണ്. അള്ളാന്റെ ആൾക്കാർ വഹാബി, അള്ളാന്റെ ആൾക്കാരാ വഹാബികൾ. പക്ഷെ ഇവരുപയോഗിക്കുന്നത് എന്തിനാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങൾ പിൻപറ്റിയ ആളുകൾ ഇവരാണ് വഹാബികൾ എന്നാണ് ഇവർ അർത്ഥം കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെയല്ല നമ്മൾ പിൻപറ്റുന്നത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയം പിൽക്കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ അത് പറയാൻ പേടിച്ചപ്പോ അറേബ്യൻ രാജ്യത്ത് ഏറ്റവും വലിയ നെഞ്ചൂക്കോടുകൂടി ആ സത്യം ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയാൻ ആ കാലഘട്ടത്തിൽ ധൈര്യം കാണിച്ച ഒരു പണ്ഡിതൻ എന്നതിലപ്പുറം
ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല. നമ്മൾ അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്യുന്ന, അദ്ദേഹത്തെ അന്ധമായി അനുകരിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികളല്ല. അദ്ദേഹത്തിനും തെറ്റുകൾ സംഭവിക്കും, ശരികൾ സംഭവിക്കും. അതിലപ്പുറം യാതൊരു പ്രത്യേകതയും. മഹാനായ ഇമാം ഷാഫി ഇമാമില്ലേ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയില്ലേ, എത്രയോ മഹാരഥന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ. അവരുടെയൊക്കെ ശേഷം അവസാന കാലത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തി എന്നതിലപ്പുറം നമുക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ച ഒരു ആശയമായിട്ട് ഒന്നും ഈ ലോകത്തോട് നമ്മൾ പറയുന്നില്ല. അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നുള്ളത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പഠിപ്പിച്ച ആശയമല്ല, മുഹമ്മദ് ബിൻ അബ്ദുല്ലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണ്, ഖുർആനിന്റെ ആശയമാണ്, അല്ലാത്ത പുതിയൊരു ആശയമല്ല. അപ്പൊ നമ്മളെ കളിയാക്കാൻ വേണ്ടി പറയണ വഹാബികള് എന്നാ കൂട്ടരെ അയാളെ വാപ്പ എന്ത് വായിച്ചു? മുഹമ്മദ് എന്ന അയാളെ പേരാ, ഇബ്നു അബ്ദുൽ വഹാബാണ്. അബ്ദുൽ വഹാബ് എന്ന വ്യക്തിയുടെ മകനായ മുഹമ്മദ് എന്നാ അയാളെ പേരല്ല പറയേണ്ടി. അതും ചിന്തിച്ചില്ല. മുഹമ്മദ് എന്ന അയാളെ പേര്, ഈ പറയുന്ന ആളുടെ പേര് മുഹമ്മദാണ്. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് വാപ്പന്റെ പേര്. എന്നിട്ട് ആ പേരിന്റെ തലക്കത്ത് നോക്കിതാ വഹാബികള് എന്ന് പറഞ്ഞതാണ്. പറഞ്ഞു കുടുങ്ങിപ്പോയി. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ടെങ്കിലും വഹാബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമാണ്, അവന്റെ ആശയമാണ്. ആ ആശയത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാതെ പടച്ചതമ്പുരാന്റെ നിയമങ്ങളെ ശിരസാ വഹിക്കുന്ന ആളുകൾ എല്ലാവരും വഹാബികൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആൾക്കാരാണ്, നാം അവന്റെ അടിമകളാണ്, അബ്ദുൽ വഹാബുകളാണ് അബ്ദുൽ വഹാബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആശയത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ നിലനിർത്തണം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ഒരു ആശയം അഥവാ ഒരു ഗുണമാണ് ആ പേരിൽ ഒളിഞ്ഞിരിക്കുന്നത്. അൽ വഹാബ്, ധാരാളക്കണക്കിന് ഉദാരമായി നൽകിക്കൊണ്ടിരിക്കുന്നവൻ എന്നാണ് വഹാബ് എന്ന് പറയുന്ന ആ നാമത്തിന്റെ ആശയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ മറ്റൊരു പേരാണ് അർ-റസാഖ്. അർ-റസാഖ് എന്ന പേര് എന്താണ്? അർ-റസാഖ് എന്ന് പറഞ്ഞാൽ റസാഖ് എന്നും അതുപോലെ തന്നെ റാസിഖ് ശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, അൻത ഖൈറുർ റാസിഖീൻ, റാസിഖീങ്ങളിൽ ഖൈറായവനാണ് നീ. റസാഖ് എന്നത് അതിന്റെയും ഏറ്റവും ഉദാത്തമായ വിശേഷണമാണ്. ധാരാളക്കണക്കിന് നൽകുന്നവൻ, ധാരാളം ആഹാരം നൽകുന്നവൻ എന്നാണ് റസാഖ് എന്നതിന്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ റസാഖ് എന്ന നാമം ഒരു തവണയാണ് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് റസാഖ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഈ ലോകത്ത് അവനല്ലാത്ത എല്ലാ വസ്തുക്കളും മഖ്ലൂക്കുകളാണ്. പടച്ചവനാണ് ഖാലിഖ്. ഖാലിഖായ റബ്ബിന്റെ റിസ്ക് കിട്ടാതെ ഈ ലോകത്ത് ഒന്നിനും സാധ്യമല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇവിടെ കോടാനുകോടി മനുഷ്യന്മാര് മാത്രമല്ല, കരയിലും കടലിലുമായി ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത, അവന്റെ കൗണ്ടിങ്ങിനൊരിക്കലും വിധേയമാകാൻ സാധ്യമല്ലാത്ത, കരയിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കടലിൽ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ പോലുമില്ലാത്ത ജീവജാലങ്ങൾ. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ മുക്കുമൂലകളിൽ കരയിലും കടലിലുമായി കൊണ്ട് പരന്നു കിടക്കുന്ന പടച്ചതമ്പുരാന്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഇനങ്ങളിലുള്ള സർവ്വ സൃഷ്ടികൾക്കും റിസ്ക് നൽകാൻ മാത്രം ഖജനാവ് വിശാലമായ റബ്ബാണവൻ. എല്ലാവർക്കും വേണ്ടത് വേണ്ട അളവിൽ നൽകാൻ കഴിവുറ്റവനല്ലയോ അവൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഈ ഭൂമിയിൽ ഒരൊറ്റ ജന്തുവുമില്ല, അത് മനുഷ്യനും പെട്ടു എല്ലാവരും പെട്ടു, ഒന്നുമില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അവയുടെയൊക്കെ റിസ്ഖിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ. പടച്ചോൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ വായ ഒരു വസ്തുവിന് കീറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസ്ഖ് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. പടച്ചോന്റെ ഖജനാവ് അതിന് മാത്രം വിശാലമാണ്. അവൻ അത്രയും നൽകുന്നവനാണ്. ഇന്നല്ലാഹ ഹുവർ റസാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ, സൂറത്തുൽ ദാരിയാത്തിൽ 58-ാമത്തെ വചനം. പടച്ചതമ്പുരാൻ നിങ്ങളോട് റിസ്ഖ് ഒന്നും ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളെ പടച്ചത് നിങ്ങൾ എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്, എനിക്ക് മാത്രം ഇബാദത്തെടുക്കാനാണ് ഞാൻ നിങ്ങളെ പടച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ ജൂതവർഗങ്ങളെ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു മിൻഹും അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. മാ ഉരീദു മിൻഹും, ഞാൻ അവരിൽ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. മിർ റിസ്ഖിൻ, ഒരു റിസ്ഖും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നില്ല.
വമാ ഉരീദു അൻ യുത്ഇമൂൻ, എനിക്ക് അവർ വല്ല അന്നവും തരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനാരാ പിന്നെ? ഞാനാവൊക്കെ കൊടുക്കുന്നവൻ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ഹുവർ റസ്സാഖ്, അവനാണ് ധാരാളമായി ആഹാരം നൽകുന്നവൻ, അവനാണ് ദുൽ ഖുവ്വത്തിൽ മതീൻ, നല്ല പവറുള്ള നല്ല ശക്തിയുള്ളവനും അവൻ തന്നെ. അതാർക്കും വേറല്ല, അത് അല്ലാഹ് മാത്രമാണ്, അവനെ അത് കൊടുക്കാൻ കഴിയൂ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ റിസ്ക് നൽകുന്ന അല്ലാഹു, ആ നിലക്ക് അവൻ റിസ്ക് നൽകുന്നു. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതു വസ്തുവിനും അവൻ ഉദ്ദേശിക്കുന്ന കണക്കിനനുസരിച്ച് കൊടുക്കാൻ കഴിവുള്ളവനാണ്. എന്തൊക്കെ ആശയങ്ങൾ അതിലൂടെ ഒരു മനുഷ്യൻ മനസ്സിലാക്കണം? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് അല്ലാഹുവിന് മാത്രമുള്ള ഗുണമാണ്, വേറെ ഒരാളും റാസിഖീങ്ങളല്ല. റസ്സാഖ് അല്ലാഹു മാത്രമാണ്. അത് മനുഷ്യരോട് അല്ലാഹു അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണേ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാത്ത വല്ലവരും ഇവിടെ വല്ലതും സൃഷ്ടിച്ചവരുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം. ഖാലിഖ് അല്ലാഹു മാത്രമാണ്. അതേപോലെ തന്നെ റബ്ബ് ചോദിക്കുകയാണ്, വല്ല സൃഷ്ടാവും വേറെയുണ്ടോ അല്ലാഹയല്ലാതെ? എങ്ങനത്തെ സൃഷ്ടാവ്? യർസുഖുകും മിനസ്സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്ന വല്ല ഖാലിഖീങ്ങളും മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന വെല്ലുവിളിയല്ലേ റബ്ബാ പറയുന്നത്. എന്നിട്ട് ഉടനെ റബ്ബ് പറയുന്നു, എന്തിനാ നമ്മളോട് ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്നത്? ലാ ഇലാഹ ഇല്ലാഹു, അതുകൊണ്ട് അവനൊഴികെ ഒരാരാധ്യനില്ല. ഫഅന്നാ തുഫകൂൻ, ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടും പിന്നെയും നിങ്ങൾ എന്തേ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ട് ചോറിവിടെയും കൂറങ്ങോട്ടും കൊടുക്കുന്നതെന്തേ? അടിമകളെ, മനുഷ്യരെ. അല്ലാഹു ചോദിക്കണം, ആരെങ്കിലും നിങ്ങൾക്ക് റിസ്ക് തരുന്നവരുണ്ടോ? ആരെങ്കിലും നിങ്ങളെ പടച്ചവരുണ്ടോ? നിങ്ങളെ ജീവിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങളെ മരിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? പടച്ചവന്റെ ചോദ്യം നോക്കൂ, 4 കാര്യങ്ങൾ. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ശൈഇ സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. സൂറത്തുർ റൂമിലെ 40-ാമത്തെ വചനം. അല്ലാഹു ആരാണ്? നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവനാണ്, നിങ്ങളെ മരിപ്പിക്കുന്നവനാണ്, നിങ്ങളെ ജീവിപ്പിക്കുന്നവനുമാണ്. ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല വെല്ലുവിളിക്കുന്നു. ഹൽ മിൻ ശുറകായിക്കും, എനിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പലർക്കും ഇബാദത്ത് കൊടുക്കുന്നില്ലേ? അത്തരത്തിലുള്ള നിങ്ങളുടെ പങ്കാളികളിൽ വല്ലവരുമുണ്ടോ? മൻ യഫ്അലു മിൻ ദാലികും മിൻ ശൈഇൻ, ഈ മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ കഴിവുള്ളവർ മറ്റാരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അല്ലാഹു മറുപടി പറയുന്നു, എന്ത്? സുബ്ഹാനഹു വ തആല, സുബ്ഹാനഹു വ തആല, അവൻ പരിശുദ്ധനാണ്, അവൻ ഉന്നതനാണ്. എന്തിൽ നിന്ന് അവൻ ഉന്നതനാണ്? അമ്മാ യുശ്രികൂൻ, അല്ലാഹുവിന്റെ റിസ്ക് പറ്റിയിട്ട്, അല്ലാഹുവിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ട്, അല്ലാഹു നൽകുന്ന വായു ആശ്വസിച്ചിട്ട്, അല്ലാഹു നൽകുന്ന വെള്ളം കുടിച്ചിട്ട്, അല്ലാഹു നൽകുന്ന അന്നം ഭുജിച്ചിട്ടും പിന്നെയും പടച്ചവന് പരലെയും ശിർക്ക് വെക്കുന്ന നിങ്ങളുടെ ശിർക്കൻ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. പടച്ച തമ്പുരാൻ സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ ഉന്നതനും പരിശുദ്ധനുമാകുന്നു. ഈ വചനം മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കണം എന്നാണല്ലോ പറയുന്നത്. റാസിഖ് അല്ലാഹയാണ്, അവനെ കൊണ്ട് ഏതിന് കഴിയൂ, അവന്റെ കണക്ക് പ്രകാരം ഇവിടെ നടക്കൂ. പിന്നെന്തിന് ബേജാറാവണം? അല്ലാഹു റസ്സാഖാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആശ്വാസം എന്താ? അവങ്ങനെ ഓടിപ്പായണം, അധ്വാനിക്കണം, അതൊക്കെ ശരിയാ, പക്ഷെ ബേജാറ് വേണ്ട. ബേജാറ് വേണ്ട. ഈ ഇസ്മ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചാൽ ആ മനസ്സിലാക്കിയ വിശ്വാസിയുടെ മനസ്സിനൊരു ധൈര്യമാണത്. റിസ്കിന്റെ കാര്യത്തിൽ ബേജാറ് വേണ്ട. എന്താ ബേജാറ് വേണ്ട അറിയണത്? ബേജാറ് വേണ്ട, അത് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടുള്ളൂ. പക്ഷെ നീ ചെയ്യേണ്ടത് ചെയ്യണം, പക്ഷെ ബേജാറ് വേണ്ട. അല്ലാഹു തആല പറയുന്നു അത് നമ്മളോട്, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി.
സൂറത്ത് ഫാത്തിറിലെ 2-ാമത്തെ വചനം, മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് ജനങ്ങൾക്കൊന്ന് തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് എനിക്കോ നിങ്ങൾക്കോ തുറന്നു തരാൻ അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വല്ലതും അവൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നീ പഠിച്ചു വെച്ചോ, ഫലാ മുംസിക ലഹാ, നിനക്കത് തരാതെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. അല്ലാഹു വിചാരിച്ചത് നിനക്ക് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. അതേ അവസരത്തിൽ തന്നെ വമാ യുംസിക്, നിനക്ക് തരരുത് എന്ന് പടച്ചവൻ തീരുമാനിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത് മക്കളായാലും സമ്പത്താണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം നിനക്ക് തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, അവന്റെ തീരുമാനത്തിലൊന്ന് മാറ്റി ഒപ്പുവെപ്പിച്ചിട്ട് നിനക്കാര്യം തുറന്നു തരാൻ, നിനക്കാര്യം ഇങ്ങോട്ട് അനുഗ്രഹിച്ചു തരാൻ അവനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. ഇതാ മനുഷ്യന്റെ ഈമാൻ. അതാണ് മനുഷ്യന്റെ മനസ്സിന് സ്വസ്ഥത നൽകുക. പിന്നെന്തിനാ ബേജാറ്, പിന്നെന്തിനാ വിഷമിക്കുന്നത്? അതല്ലേ നിസ്കാരം കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ പറയാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത്, നിസ്കാരത്തിന്റെ ശേഷം വിശ്വാസികളെ നിങ്ങളുടെ തൗഹീദ് നിങ്ങൾ ഇങ്ങനെ അരക്കിട്ടുറപ്പിക്കണം. അതിനുവേണ്ട ദിക്ർ പഠിപ്പിച്ചു തന്നപ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ 33 തവണ പറഞ്ഞിട്ട് പിന്നെ ഏതാ 100 എണ്ണം തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തരാൻ വിചാരിച്ചത് ഒരാളെ കൊണ്ടും മുടക്കാൻ കഴിയില്ല, നീ മുടക്കിയിട്ടുള്ളത് നൽകാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. എല്ലാം നിന്റെ കഴിവല്ലയോ, നീയല്ലോ കഴിവുള്ളവൻ എന്ന രൂപത്തിലുള്ള ആശയം മുസ്ലിമിനെ കൊണ്ടവന്റെ നിസ്കാരത്തിന്റെ ശേഷം പറയിപ്പിക്കുന്ന റസൂലുള്ളാഹി. എന്തിനാത്? അവന്റെ മനസ്സിന് വിഷമം വേണ്ട, ടെൻഷൻ വേണ്ട, ആത്മഹത്യ ചെയ്യണ്ട, തൂങ്ങിച്ചാവണ്ട, റെയിൽപാളത്തിൽ തലവെക്കണ്ട, ഒരു കവൽ വിഷം കുടിച്ച് ചാവണ്ട. എന്ത് ബാധ്യതയാണെങ്കിലും അള്ളാഹു അറിയുന്നില്ലേ? പടച്ചതമ്പുരാനിൽ ഏൽപ്പിക്ക്. അവന്റെ ഖജനാവ് വിശാലമാണ്. അവൻ തുറക്കാൻ വിചാരിച്ചത് അടപ്പിക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. അവൻ അടച്ചു വെച്ചത് ഇങ്ങോട്ട് തുറന്നു കിട്ടൂല്ല. ഇത് പടച്ചതമ്പുരാൻ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അരക്കിട്ടുറപ്പിക്കുമ്പോ അവന്റെ ഈ നാമത്തിലൂടെ നമ്മുടെ മനസ്സിലതിങ്ങനെ തിളങ്ങി നിൽക്കണം. നീയാണ് റാസിഖ്, നീയാണ് റസാഖ്. നിന്റെ ഖജനാവിൽ നിന്ന് കൊടുത്താ തീരുന്നതല്ല. മാ ഇൻദകും യൻഫദു, നിങ്ങളുടെ പക്കലുള്ളതൊക്കെ തീർന്നു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി ബാഖ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളതൊക്കെ ബാക്കിയുള്ളതാണ്, തീരുന്നതല്ല എന്ന് അല്ലാഹു ആശ്വസിപ്പിച്ചിട്ടില്ലേ നമ്മളോട്? ആ കൃത്യമായ ധാരണയാണ് റസാഖ് എന്ന നാമം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോ, അബ്ദുർ റസാഖ്, ആ റസാഖായ അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ െങ്കിൽ എന്റെ നാഥൻ വിധിച്ചത് നടക്കാതിരിക്കുകയില്ല, എന്റെ നാഥൻ തീരുമാനിച്ചത് എനിക്ക് കിട്ടാതിരിക്കുകയില്ല. വിധിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് കിട്ടാനും മാർഗമില്ല. ഞാനത് സഹിച്ചേ പറ്റൂ, ഞാനത് അനുഭവിച്ചേ പറ്റൂ എന്ന കറകളഞ്ഞ ഈമാനിന്റെ ബോധം നിലനിർത്താൻ പടച്ചതമ്പുരാന്റെ ഈ അത്യുത്കൃഷ്ടമായ നാമം നമുക്ക് പ്രേരകമാവണം. അതാ അസ്മാഉൽ ഹുസ്നയുടെ വിജയം എന്ന് പറയുന്നത്. അതാ റസൂലുള്ള പറഞ്ഞത്, അസ്മാഉൽ ഹുസ്ന പഠിച്ചു വെച്ചോ സ്വർഗത്തിലാന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ ബൈഹാട്ടാക്കാൻ കഴിവുണ്ടായിട്ട് ഇങ്ങനെ ബൈഹാട്ടാക്കി നേരെ സ്വർഗത്തിൽ ടിക്കറ്റ് കിട്ടുന്നല്ല. അതിൽ പറഞ്ഞ ആശയം ജീവിതത്തിൽ ഉണ്ടാവുമ്പോ അത് പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസത്തെ ദൃഢവൽക്കരിക്കും. എന്റെ മനസ്സിനത് കരുത്തു പകരും, തളരാതിരിക്കും, മനസ്സിന് ആശ്വാസം നൽകും. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നാമങ്ങളൊക്കെ ഇനി റസാഖ് എന്ന് പറയുന്ന നാമത്തിന്റെ തന്നെ വേറെയും വിശേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കിയും മറ്റു ഇസ്മുകളെ സംബന്ധിച്ചും വിശദീകരിക്കാം. അർഹമർ റഹീമീനായ തമ്പുരാൻ അവന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളുടെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് അവനെ യഥാർത്ഥമായ നിലക്ക് മനസ്സിലാക്കാനും അവന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുവാനും അള്ളാഹു സർവ്വ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ചെരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു വിജയവും സുരക്ഷിതത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.